ഈ കഥ കുറച്ച് ശ്രദ്ധയോടെ കേൾക്കൂ. കടുത്ത മഞ്ഞിൽ ഒരു ശക്തനായ ചെന്നായക്ക് ഒരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് കുറച്ച് ദിവസം കൊണ്ട് താനെ ശരിയാകും. എന്നാൽ അത് മറച്ചു വെക്കാതെ ആ ചെന്നായ ഞൊണ്ടി ഞൊണ്ടി ചെന്ന് സിമ്പതിക്ക് വേണ്ടി എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരസൂയ പിടിച്ച ചെന്നായ അതിൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ചുകൂടി ദയ കാട്ടാതെ അതിൻ്റെ മുറിവുണ്ടായിരുന്ന സ്ഥലം നോക്കി ക്രൂരമായി കടിക്കുന്നു. വീണ് കിടക്കുന്ന ചെന്നായ്ക്ക് വേദന സഹിക്കാനാവുന്നില്ല. എന്നാലും അത് തിരിച്ചാക്രമിക്കാതെ ഒരു സൈഡ് ചേർന്ന് തല താഴ്ത്തി കിടന്നു. ആ ഒരു സെക്കൻഡ് വീക്ക്നെസ് ആ മൊത്തം കൂട്ടത്തിനും ഒരു സിഗ്നൽ കൊടുക്കുന്നു. ഇനി ഇതിന് തിരിച്ച് അറ്റാക്ക് ചെയ്യാനാവില്ല. നമുക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. കുറച്ച് സെക്കൻഡിനുള്ളിൽ എല്ലാ ചെന്നായ്ക്കളും കൂടി അതിനെ ക്രൂരമായി ആക്രമിച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവിടെ ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് ചുവപ്പ് ചോരയും വെളുത്ത എല്ലുകളും മാത്രമാണ്. സൈക്കോളജിയിൽ ഇതിന് ടാർഗറ്റ് സെലക്ഷൻ തിയറി എന്നാണ് പറയുക. മനുഷ്യരിൽ പല ആളുകളും ആരാണ് തിരിച്ചു തീർക്കാത്തത് പാവപ്പെട്ടവനെയാണ് ടാർഗറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങൾ, വീക്ക്നെസ് മറ്റുള്ളവരോട് സപ്പോർട്ട് അല്ലെങ്കിൽ സിമ്പതി കിട്ടുമെന്ന് വിചാരിച്ച് പറയും. എന്നാൽ എന്താണ് ഉണ്ടാകുക എന്നറിയാമോ? എല്ലാവരും നിങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങളിത് തെറ്റായ ഒരാളുടെ അടുത്താണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ പോരായ്മകളെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് എന്താണോ വേണ്ടത് അത് അവരെടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എൻ്റെ വീടിൻ്റെ പൂട്ട് പൊട്ടിയതാണെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് നിർത്ത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്നവരെക്കാൾ കൂടുതൽ തക്ക സമയം കാത്തിരുന്ന് നിങ്ങളുടെ വീട് എങ്ങനെ കൊള്ളയടിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തിൽ അധികവും. ഈ കഥ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.